ജനപിന്തുണയുള്ള നേതാക്കളെ വെട്ടിനിരത്തുന്ന പിണറായി വിജയന്റെ സ്റ്റാലിനിസ്റ്റ് തന്ത്രം ഇക്കുറി കെ ശൈലജയെ ലക്ഷ്യമിടുന്നു. റെക്കോർഡ് ഭൂരിപക്ഷം നൽകി ശൈലജയെ നെഞ്ചേറ്റിയ മട്ടന്നൂരിൽ നിന്ന് അവരെ പകച്ചു പുറത്താക്കി. UDFന്റെ ഉറച്ച കോട്ടയായ പേരാവൂരിൽ ബലിദാനിയാക്കാൻ CPM കണ്ണൂർ ജില്ലാ ഘടകം തീരുമാനിച്ചു. PB നിർദ്ദേശമെന്ന പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഒതുക്കൽ രാഷ്ട്രീയത്തിനെതിരെ പാർട്ടിയിൽ വലിയ അമർഷമാണ് പുകയുന്നത്. തനിക്ക് വേണ്ടി വിരിച്ച പേരാവൂർ കെണിയിൽ വീഴണോ എന്ന കാര്യത്തിൽ ശൈലജ ടീച്ചർ വരാനിരിക്കുന്ന സംസ്ഥാന സമിതിയിൽ പൊട്ടിത്തെറിച്ചേക്കുമെന്നാണ് സൂചന. 5 തവണ മത്സരിച്ചവർ മാറണമെന്ന് വിചിത്രമായ സാങ്കേതികത്വം പറഞ്ഞാണ് ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് വെട്ടുന്നത്. എന്നാൽ ഇതേ മാനദണ്ഡം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് വിശ്വസ്തർക്കും ബാധകമല്ലെന്നതാണ് വസ്തുത. മട്ടന്നൂരിൽ DYFI നേതാവ് VK സനോജിനെ പ്രതിഷ്ഠിക്കാനാണ് പാർട്ടി തിടുക്കം കാണിക്കുന്നത്. വടകരയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ശൈലജയെ വീണ്ടും വിജയസാധ്യതയില്ലാത്ത പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ ഇറക്കുന്നത് ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. 2011 ഇതേ മണ്ഡലത്തിൽ സണ്ണി ജോസഫിനോട് ശൈലജ തോറ്റിരുന്നു. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പിണറായിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റിവരച്ചിരിക്കുകയാണ്. സ്പീക്കർ AN ഷംസീറിനെ തലശ്ശേരിയിൽ നിന്ന് വെട്ടി കാരായി രാജനെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം പാർട്ടിയിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ സൂചനയാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് ഉറപ്പിച്ചപ്പോൾ P ജയരാജനെ ഇക്കുറിയും പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. MM മണിയും തോമസ് ഐസക്കും EP ജയരാജനും പട്ടികയ്ക്ക് പുറത്തായതോടെ പഴയ കരുത്തന്മാരെയെല്ലാം നിശബ്ദരാക്കി പാർട്ടിയിൽ ഏകാധിപത്യം ഉറപ്പിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. മട്ടന്നൂരിൽ നിന്ന് തന്നെ മാറ്റിയതിലെ കടുത്ത അതൃപ്തി ശൈലജ ഇതിനോടകം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു കഴിഞ്ഞു. 2 തവണ മത്സരിച്ചവർ പോലും പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ തന്നോട് കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ ടീച്ചർ ചോദ്യം ചെയ്യുന്നു. ജനശ്രദ്ധയാകർഷിച്ച വനിതാ നേതാവിനെ ഒതുക്കിയാൽ അത് സംസ്ഥാനത്തുടനീളം തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിട്ടും പേരാവൂരിൽ ശൈലജയെ തളച്ചിടാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന സമിതിയിൽ ടീച്ചർ സ്വീകരിക്കുന്ന കടുത്ത നിലപാട് പിണറായി സർക്കാരിന്റെ തുടർച്ചയ്ക്കുള്ള സാധ്യതകളെ പോലും പിടിച്ചുലച്ചേക്കാം.